നമ്മളുടെ ജന്മാന്തര സ്വഭാവങ്ങളുടെ എല്ലാം രഹസ്യം രാഹുവിലാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്നത്. അതായത് പൂർവ്വജന്മത്തിൽ എത്ര ജന്മങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് രാഹുവിലാണ്. നമ്മുടെ ഈ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാണ് നീ ഇപ്പം നടക്കുന്ന ഇത് വഴിയാ ബോധത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹം പോയ വഴികളായതുകൊണ്ട്. കേതു കുറേയും കൂടെ ആത്മീയ ഭാവത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കേതു ശനിയുടെ ബാധ പോലെയാണ്. കേതു പിടിക്കുമ്പോഴും ആഞ്ഞൊരു പിടി പിടിക്കും. മുമ്പേ പറഞ്ഞ പോലെ ഈ മെറ്റീരിയൽ വേൾഡിൽ ഭ്രമിച്ച് നടക്കുന്നവർക്കെല്ലാം ഒരു താങ്ങ് കേതു അങ്ങ് കൊടുക്കും. സഞ്ജയൻ സർ, ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞു രാഹു ശുക്രയോഗത്തെ പറ്റി. ഈ രാഹു എന്ന് പറയുന്ന ആഗ്രഹം മനുഷ്യർക്ക് കുറച്ച് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അതേപോലെ തന്നെ ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? രാഹുവിൻ്റെ പൊസിഷനെ കുറിച്ച് നമ്മൾ കുറച്ചറിയണം. രാഹു ഗ്രഹമായിട്ട് ജ്യോതിഷം പറയുന്നെങ്കിലും ഗ്രഹമല്ലല്ലോ. ഈ സൂര്യൻ്റെ പഥവും സൂര്യപഥവും ചന്ദ്രപഥവും എല്ലാം കൂടെ നോക്കിയിട്ട് അവിടെ വരുന്ന ചില സോളാർ നോഡ്, ഈ ലൂണാർ നോഡ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ചില പോയിന്റ്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു മുട്ടി നിൽക്കുന്ന ആ പോയിന്റിനെയാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മനുഷ്യരിൽ വരുന്ന മാറ്റം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമ്മൾ രാഹു ശുക്ര യോഗത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പറയുക എന്ന് പറഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞ് കൂടുതലുള്ളതുകൊണ്ട് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൂടെ നമ്മൾക്ക് ഈ നമ്മളുടെ ഭൗതികമായ കാര്യം, ബാഹ്യമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശുക്രനോടൊപ്പം രാഹുവും പ്രാധാന്യം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനം രാഹുവിൻ്റെ കാര്യം അതല്ല. നമ്മളുടെ ജന്മാന്തര സ്വഭാവങ്ങളുടെ എല്ലാം രഹസ്യം രാഹുവിലാണ് അവിടെ ഉറങ്ങിക്കിടക്കുന്നത്. അതായത് പൂർവ്വജന്മത്തിൽ എത്ര ജന്മങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് രാഹുവിലാണ്. അത് നമ്മൾ ഒത്തിരി ഗ്രഹനിലകൾ ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ വാസനകളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ലെവലിൽ, ഉപബോധ മനസ്സ്, അബോധ മനസ്സിലൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ഇവയെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ ഒരുപാട് ഋഷികൾ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാഹു നമ്മുടെ ജന്മാന്തരങ്ങളുടെ എല്ലാ പൂർവ്വജന്മങ്ങൾ എത്രയുണ്ടോ, ഒരു 4 ജന്മം, ഏറിയാൽ 7 ജന്മം വരെയുള്ളതിൻ്റെ ലിസ്റ്റ് അവിടെ ഉണ്ട്. ഈ രാഹുവിനെ നമ്മൾ തട്ടുമ്പോൾ ഇതെല്ലാം പുറത്തു വരും. രാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലൊരു ആമാടപ്പെട്ടിയിരിക്കുന്നു. അത് തട്ടിക്കുടഞ്ഞിടുമ്പോൾ അതിനകത്ത് എത്ര രത്നങ്ങളുണ്ട്, അടിയൽ, പതക്കം, ഇതൊക്കെ എത്രയുണ്ടെന്നൊക്കെയുള്ളത് അറിയുന്നത്. അതുപോലെയാണ് രാഹുവിൻ്റെ സ്വഭാവത്തിനെ, രാഹുവിൻ്റെ രഹസ്യ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ നമ്മുടെ പൂർവ്വജന്മ വാസനകളെല്ലാം അറിയുന്നത്. പൂർവ്വജന്മ വാസനകൾ അറിയാൻ രാഹുവിനെ ഈ തട്ടിക്കുടയാൻ എന്താണ് മാർഗം എന്നൊരു കാര്യമുണ്ട്. അതിന് എളുപ്പം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ജപം. എത്രമാത്രം നമ്മൾ ജപിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ഉപബോധ മനസ്സ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഉപബോധ മനസ്സ് പുറത്തേക്ക് വരുന്നോണ്ടിരിക്കും. അതെല്ലാം ബോധ മനസ്സായി മാറുകയാണ്. പാട്ട് പാടാനൊക്കും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം തന്നെ പറയണേ, എൻ്റെ വീട്ടിലേക്ക് ഒട്ടും പാടാൻ കഴിയില്ലാത്തവനെന്ന് പറഞ്ഞിരുന്നത് എന്നെയാണ്. അപ്പം ഞാൻ ജപത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ അറിയാതെ വക്കും മൂലയൊക്കെ പാടി തുടങ്ങി. ഇപ്പോഴും മഹാഗായകനൊന്നുമല്ല, എങ്കിലും താരതമ്യേന ഭേദമാണ്, കുറച്ചൊക്കെ പാടും. അപ്പോൾ അത് ഈ ജപം കൊണ്ടുവന്ന അകത്ത് കിടക്കുന്നതിനെ പുറത്തുനിന്ന് കൊണ്ടുവരും. ജപിക്കും തോറും അകത്ത് കിടക്കുന്നതെല്ലാം പുറത്തു വരും. അത് രാഹു എവിടെയൊക്കെ എന്തൊക്കെ ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ രഹസ്യമാണ് വരുന്നത്. അപ്പോൾ സാർ അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ജപിക്കും തോറും അകത്ത് കിടക്കുന്നതൊക്കെ പുറത്തു വരും, തട്ടിപ്പുറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ. അത് നല്ല ഗുണങ്ങളാണോ അതോ നമ്മൾ കാർമിക് ദോഷം? എല്ലാം വരും. അപ്പൊ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനപ്പോൾ ഒരു കപ്പാസിറ്റി വേണം. അവിടെയാണ് ജീവനുള്ള ഒരു ഗുരുവിന്റെ സാന്നിധ്യം വേണമെന്ന് പറയുന്നത്. നമ്മൾ ഈ പഴയ മരിച്ചു പോയിരിക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കലല്ല, ഇത്രയും സബ് കോൺഷ്യസിനെ സർഫസ് ചെയ്യിപ്പിച്ചിട്ടുള്ള, ബോധാതീതത്തിലേക്കൊക്കെ നീങ്ങിയിരിക്കുന്ന, ഒരുപാട് ധ്യാനവും പരിശീലിച്ചിട്ടുള്ള ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അവിടെ നമ്മൾ ഭക്തിയോ ഭജനയോ കൃഷ്ണകഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ആചാര്യന്മാരുടെ കഥകളോ ഒന്നും പറയലല്ല. നമ്മുടെ ഈ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാണ് നീ ഇപ്പം നടക്കുന്ന ഇത് വഴിയാണ് ബോധത്തിൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹം പോയ വഴികളായതുകൊണ്ട്. അപ്പൊ അത് ഒരു വിധത്തിൽ ഒരു കാർമിക് ക്ലെൻസിങ്ങിന്റെ ഭാഗമായി വരും. കാർമിക് ക്ലെൻസിങ്ങിന്റെ ഭാഗമല്ല, കാർമിക് ക്ലെൻസിങ് ആണ് നടക്കുന്നത്. അപ്പോൾ രാഹുവിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ, രാഹു ഏത് ഭാവത്തിൽ നിൽക്കുന്നോ
ആ ഭാവത്തിൻ്റെ രഹസ്യങ്ങൾ മൊത്തം അയാളിൽ ഉറങ്ങിക്കിടക്കുക. ആ ഭാവവുമായി ബന്ധപ്പെട്ട് പൂർവ്വജന്മത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം 7ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ സെക്സ് അതുപോലുള്ള കുറേ കാര്യങ്ങൾ 7ാം ഭാവം കൊണ്ട് പറയുന്നുണ്ട്. വിവാഹ ജീവിതം, ഭാര്യ ഭർത്താവ്, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു രഹസ്യ രാഹുവിൻ്റെ കയ്യിലുണ്ട്. 10ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ കർമ്മസംബന്ധമായ കാര്യങ്ങളുടെ ഒരു രഹസ്യ കലവറ തന്നെ രാഹുവിൻ്റെ കയ്യിലുണ്ട്. 4ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ അങ്ങനെ വരും. രാഹുവിൻ്റെ ഓപ്പോസിറ്റ് കേതു നിൽക്കുമ്പോൾ അതിനും ഇതേ സ്വഭാവം തന്നെയാണ് വരുന്നത്. രാഹുവിനെ പറ്റി പറയുമ്പോൾ കേതുവിനെ പറ്റി അതിനകത്ത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. കേതു കുറച്ചും കൂടെ ചില വ്യത്യാസമുണ്ട്. കേതു തികച്ചും ഒരു ഭൗതികവാദ സ്വഭാവമല്ല, കുറച്ചും കൂടെ ആത്മീയ ഭാവത്തിലേക്കാണ് പോകുന്നത്. രാഹുവും കേതും പോൾസ് എപ്പാർട്ട, അപ്പുറം ഇപ്പുറം നിൽക്കുള്ളൂ, 7ാം രാശികളിൽ നിൽക്കും. രാഹു നിൽക്കുന്നത് ഇപ്പം കർക്കിടക രാശിയിൽ നിൽക്കുന്നെങ്കിൽ ഈ മകരം രാശിയിലായിരിക്കും കേതു നിൽക്കുന്നത്. ഇങ്ങനെ വരും. 7ാം നക്ഷത്രങ്ങൾ കോണോട് കോൺ അല്ലെങ്കിൽ വിപരീത രാശിയിലായിരിക്കും പോയി നിൽക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വിപരീത സ്വഭാവത്തെ കാണിക്കുന്നു. കേതു കുറേയും കൂടെ ആത്മീയ ഭാവത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് കേതു ശനിയുടെ ബാധ പോലെയാണ്. കേതു പിടിക്കുമ്പോഴും ആഞ്ഞൊരു പിടി പിടിക്കും. മുമ്പേ പറഞ്ഞ പോലെ ഈ മെറ്റീരിയൽ വേൾഡിൽ ഭ്രമിച്ച് നടക്കുന്നവർക്കെല്ലാം ഒരു താങ്ങ് കേതു അങ്ങ് കൊടുക്കും. നല്ല ഉപദ്രവം ചെയ്തിട്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് ഷോ കാണിച്ച് നമ്മൾ ഒരു ഷോ എന്ന് വെച്ചാൽ ഒട്ടും അറിവുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക. ഇതൊക്കെ ഈ മെറ്റീരിയൽ ഈ ഭൗതികവാദത്തിൻ്റെ ഒരു ഭാഗമാണ്. കുറച്ചും കൂടെ സൂക്ഷ്മമായി സംസാരിക്കുന്നവരുടെയോ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെയോ നന്മ പറഞ്ഞു കൊടുക്കുന്നവരോടൊക്കെ പുച്ഛം വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ വിപരീതമാണ് കേതു. അഹങ്കാര ശമനം വരുത്തും, ശനിയെ പോലെ തന്നെ. പക്ഷെ കേതു അങ്ങ് കൊന്നുകളയും ശരിക്കും, അതുപോലെയും വരും. എത്ര ഒതുങ്ങുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരൊക്കെ രാഹുവും കേതുവും പിണങ്ങിയാൽ ആത്മഹത്യയിലേക്ക് നയിക്കും. അവർ തമ്മിൽ പിണക്കമല്ല, ഗ്രഹനിലയിൽ നമുക്ക് വിരുദ്ധ ഫലം ചെയ്താലെന്നുള്ളതിനെ പിണങ്ങിയാലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഈ രാഹു ഇതിപ്പം കർമ്മഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ, ജപം വളരെയേറെ ഉണ്ടെങ്കിൽ, ഇപ്പം ഏത് മതത്തിൻ്റെ ആണെങ്കിലും അവരുടെ ജപം കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ കർമ്മഭാവത്തിനെ പൊളിച്ച് തുറന്ന് കാണിക്കും. ഇതിൻ്റെ പൂർവ്വജന്മ കർമ്മങ്ങൾ വരും. സഞ്ജയൻ സാർ മുമ്പ് പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, അതായത് നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളെ പറ്റിയൊക്കെ രാഹുവിൻ്റെ ഒരു നോട്ടത്തിൽ കാണാൻ പറ്റുമെന്ന്. അപ്പം നമുക്ക് ആ ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് അതിനൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു വ്യക്തിക്ക്. അത്രയും സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്ന ജ്യോതിഷനാണെങ്കിൽ, അത്രയും ഒരു ഗവേഷണ പടുവാണെങ്കിൽ, അദ്ദേഹം അങ്ങനെ നീങ്ങുന്നവരോട് ആണെങ്കിൽ അവർക്ക് കൊടുക്കാനത് സൂചനകൾ കൊടുക്കാം. ഒന്നാമത് എല്ലാം ഗോപ്യമായി പറഞ്ഞു വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രഹ്മസൂത്രമൊക്കെ തന്നെ എടുക്കുകയാണെങ്കിൽ, ബ്രഹ്മജിജ്ഞാസയെക്കുറിച്ച് ആദ്യമേ പറയുന്ന വരി തന്നെ എത്ര ദിവസം ഇന്നത്തെ കാലത്ത് പ്രഭാഷണം നടത്തിയാലും എങ്ങനെ വരും ബ്രഹ്മജിജ്ഞാസ വന്നാൽ എങ്ങനെ ഇരിക്കും? ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന ആ ടീക്കയൊക്കെ എടുത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേന് തലമുട്ടിത്തെറിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഗോപ്യമാണ്. സംസ്കൃത ഭാഷ വ്യാവഹാരികമായി ഉപയോഗിച്ചിരുന്ന കാലയളവിൽ ഇന്നത്തെ ഒരു സംസാരമല്ല. 1000 ആശയങ്ങളെ തൂക്കി ഗുണിച്ച് തൂക്കി 1ഓ 2ഓ വാക്കിലോ വരിയിലോ പറഞ്ഞു പോവുക എന്ന് വെച്ചാൽ ആ കാലയളവിലെ ആളുകൾ ഒരു യുഗം പോലെയാണ് ഓരോ ദിവസവും ഉപയോഗിച്ചിരുന്നതെന്നർത്ഥം. അത്രയും മൂല്യവത്തായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ വൈദിക കാലഘട്ടത്തിലെ ചണ്ടാളർക്ക് തുല്യമായി ഇന്നത്തെ ഒരു മഹാപണ്ഡിതൻ. അത്രയും ബോധസൂക്ഷ്മതയിലൂടെയല്ല പോകുന്നത്. അപ്പോൾ ഈ ഗോപ്യമാക്കി അതിന് ആചാര്യന്മാർ അക്കാലത്തെ രീതിയിലാണല്ലോ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണോ ഗോപ്യമാക്കി വെച്ചിരിക്കുന്നത് അതിനെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഇത്തരം ആശയങ്ങളെല്ലാം കിട്ടുന്നത്. പിന്നെ ബി വി രാമനെ പോലുള്ള ആളുകളും ഒക്കെ മഹാന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒത്തിരിയും നമ്മൾ പഠിക്കണം, ചിന്തിക്കണം, വായിക്കണം. അതിനേക്കാൾ ഉപരി എല്ലാത്തിലും ഉപരി നമ്മളുടെ ഒരു ഗവേഷണം, ഇനി എന്ത് എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു വിളി കിട്ടിയ ആൾക്കാണ് അതിനെ കൂടെയൊക്കെ ഫോളോ ചെയ്ത് വരാൻ സാധിക്കുള്ളൂ എന്നല്ലേ? അങ്ങനെയല്ല. രാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ തീരുന്നേ ഇല്ല. ഞാൻ ഏതൊരു ഗ്രഹനില എടുത്താലും രാഹു എവിടെ നിൽക്കുന്നു നോക്കും. ഇപ്പോൾ കൂട്ടുകൂടേണ്ടി വന്നാലും രാഹു എവിടെ നിൽക്കുന്നു. കാരണം ഈ ഗ്രഹനില അനുസരിച്ച് രാഹു, കാരണം എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിക്കുക അതെല്ലാം കാണിച്ചു കളയും നമ്മളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ. നമുക്ക് വിഷമം തന്നു കളയും. അപ്പോൾ ആ രാഹുവിനെ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും ഗ്രഹനിലയിൽ രാഹു കേതു എവിടെ നിൽക്കുന്നു. എൻ്റെ ഒരു രീതി അതാ. പിന്നെ ഒരാളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് നോക്കാൻ വേണ്ടി ചന്ദ്രനെയും ശ്രദ്ധിക്കും. പിന്നെ
മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് അപ്പോൾ നമ്മളോട് അടുത്ത് വരുന്നാൽ എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചാണല്ലോ സാധാരണ ഒരു ക്ലയൻറ്റിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് രാഹു കേതുവിന് പ്രധാനമാണ്. പിന്നെ ചന്ദ്രന് ഇവരുടെ സ്വഭാവം, മനസ്സ് തൃപ്തരായിരിക്കുമോ, നിത്യ അസംതൃപ്തരുണ്ട്. അതൊക്കെ നമുക്കറിയാനൊക്കെ ചന്ദ്രനെ കൊണ്ട്. പക്ഷെ ഞാൻ വ്യക്തിപരമായി ബോധവികാസത്തിന് മൂല്യം കൊടുക്കുന്ന ആളാണ്. ഒരാളുടെ പദവിക്കോ സൗന്ദര്യത്തിനോ അറിവിനോ ജാതിക്കോ മതത്തിനോ ലിംഗവ്യത്യാസത്തിനോ ഒന്നും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഒരാളുടെ ബോധവികാസമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഞാൻ നോക്കും, ബോധവികാസം ഉണ്ടോ, അതിന് ശനിയെ നോക്കും. ശനിയെ ബോധവികാസം തരൂ. കോൺഷ്യസ് ലെവലിൻ്റെ ആള് സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് നയിക്കുന്ന ആള് ശനിയാണ്. തുറന്ന് ചോദിച്ചാൽ കാണുന്നതിനപ്പുറം എപ്പോഴും അറിയാനുള്ള മോഹം, എപ്പോഴും അവരുടെ ഡയലോഗ് പോലും എല്ലാം അങ്ങനെയായിരിക്കും, അൺപ്രഡിക്റ്റബിളും ആയിരിക്കും. അപ്പോൾ അതിലാണ് ഞാൻ ഒരാളിനെ മാനിക്കുന്നത്. വ്യക്തിപരമായി എൻ്റെ പോക്കത. ബാക്കി ഒരു സർട്ടിഫിക്കറ്റിന് ഞാൻ മൂല്യം കൊടുക്കില്ല. അവരെത്ര പദവി ഉണ്ടെന്ന് പറഞ്ഞാലും മൂല്യമില്ല. അങ്ങനെയുണ്ട്. നമസ്തേ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.